പഴയ പാണ്ഡ്യ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന തിരുമല നായ്ക്കരാൽ പുറത്താക്കപ്പെട്ട പാണ്ഡ്യ രാജവംശത്തിലെ അംഗങ്ങൾ വള്ളിയൂർ, തെങ്കാശി, ചെങ്കോട്ട, അച്ചൻകോവിൽ, ശിവഗിരി തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസമുറപ്പിച്ചു. തിരുവിതാംകൂറിന്റെ ചില ഭാഗങ്ങളിലും അധികാരം സ്ഥാപിച്ച ഈ വംശത്തിലെ ശിവഗിരിയിലെ ചെമ്പഴനാട്ട് കോവിലിൽ നിന്നുള്ള ചിലർക്ക് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജാവ് പന്തളം രാജ്യം ഭരിക്കാനുള്ള അവകാശം നൽകി. ഭഗവാൻ അയ്യപ്പന്റെ വളർത്തച്ഛനായ രാജശേഖര രാജാവ് ഈ രാജവംശത്തിൽ പെട്ടയാളായിരുന്നു. നീതിമാനും പ്രതാപിയുമായിരുന്ന രാജശേഖര രാജാവിനെ പ്രജകൾ ഒരുപോലെ ബഹുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലം ഒരു സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ രാജാവിന് ഒരു ദുഃഖമുണ്ടായിരുന്നു. സിംഹാസനത്തിന് അവകാശിയായി അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. ഈ ദുഃഖിതരായ ദമ്പതികൾ ഒരു കുട്ടിക്കായി ശിവനോട് നിരന്തരം പ്രാർത്ഥിച്ചു. ഏതാണ്ട് ഇതേ സമയത്ത് മഹിഷാസുരൻ എന്ന അസുരൻ കഠിനമായ തപസ്സിലൂടെ ഭൂമിയിൽ ആർക്കും തന്നെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടി. ഈ വരത്തിന്റെ ധൈര്യത്തിൽ അവൻ ലോകത്തെ നശിപ്പിക്കാൻ തുടങ്ങി. അവന്റെ കോപത്തിൽ ഭയന്ന ദേവന്മാർ ദുർഗാദേവിയെ സമീപിച്ചു. അവൾ രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ മഹിഷാസുരനെ നിഗ്രഹിച്ചു. മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷി കൊല്ലപ്പെട്ട തന്റെ സഹോദരനുവേണ്ടി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. വിഷ്ണുവിന്റെയും ശിവന്റെയും ഹരന്റെ സന്തതികൾക്കല്ലാതെ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയില്ലെന്ന് അവൾ ബ്രഹ്മാവിൽ നിന്ന് വരം നേടി. മഹിഷി ദേവലോകത്ത് ചെന്ന് ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു പരിഹാരത്തിനായി ദേവന്മാർ വിഷ്ണുവിനെ സമീപിച്ചു. മഹിഷിയെ കൊല്ലാൻ ഹരിഹരപുത്രൻ മാത്രമേ കഴിയൂ എന്നതിനാൽ വിഷ്ണു മോഹിനിയുടെ സ്ത്രീരൂപം സ്വീകരിച്ചു. മോഹിനിയുടെയും ശിവന്റെയും സംയോഗത്തിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു. ഈ ദിവ്യബാലനെ കുട്ടികളില്ലാത്ത ശിവഭക്തനായ പന്തളം രാജാവിന്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പമ്പാനദിക്കടുത്തുള്ള വനങ്ങളിലേക്കുള്ള ഒരു വേട്ടയാടൽ യാത്രയ്ക്കിടയിൽ രാജശേഖര രാജാവ് നദിയുടെ തീരത്ത് നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ശബ്ദം പിന്തുടർന്ന് അദ്ദേഹം സ്വർണമാല ധരിച്ച ഒരു സുന്ദരനായ കുട്ടിയെ കണ്ടെത്തി. അപ്പോൾ അവിടെയെത്തിയ ഒരു സാധു ഈ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ രാജാവിനോട് നിർദ്ദേശിച്ചു. കുട്ടി രാജവംശത്തിന്റെ ദുരിതങ്ങൾ ലഘൂകരിക്കുമെന്നും 12 വയസ്സ് തികയുമ്പോൾ രാജാവിന് അവന്റെ ദിവ്യത്വത്തെക്കുറിച്ച് ബോധവാനാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സ്വർണമാല ധരിച്ചതിനാൽ കുട്ടിക്ക് മണികണ്ഠൻ എന്ന് പേരിടാനും സാധു നിർദ്ദേശിച്ചു. സന്തോഷവാനായ രാജാവ് മണികണ്ഠനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ശിവൻ തങ്ങളെ അനുഗ്രഹിച്ചു എന്ന് രാജാവിനും രാജ്ഞിക്കും തോന്നി. കുട്ടിക്കാലത്ത് മണികണ്ഠൻ അസാമാന്യ ബുദ്ധിമാനും പ്രായപൂർത്തിയാകാത്തവനുമായിരുന്നു. ആയോധനകലകളിലും ശാസ്ത്രങ്ങളിലും അദ്ദേഹം മികവ് പുലർത്തി തന്റെ കഴിവുകളാൽ ഗുരുവിനെ അത്ഭുതപ്പെടുത്തി. പഠനം പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠൻ ഗുരുദക്ഷിണ നൽകാനായി ഗുരുവിനെ സമീപിച്ചു. മണികണ്ഠൻ ഒരു ദിവ്യജീവിയാണെന്ന് മനസ്സിലാക്കിയ ഗുരു അന്ധനും മൂകനുമായ തന്റെ മകൻ കാഴ്ചയും സംസാരശേഷിയും നൽകണമെന്ന് അപേക്ഷിച്ചു. മണികണ്ഠൻ ഗുരുവിന്റെ മകന്റെ മേൽ കൈകൾ വെച്ചപ്പോൾ കുട്ടിക്ക് ഉടൻ തന്നെ കാഴ്ചയും സംസാരവും ലഭിച്ചു. ഈ അത്ഭുതം വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ച് മണികണ്ഠൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഇതിനിടയിൽ രാജ്ഞിക്ക് ഒരു ആൺകുട്ടി പിറന്നു. രാജരാജൻ എന്നായിരുന്നു പേര്. മണികണ്ഠനെ തന്റെ മൂത്ത മകനായി കണക്കാക്കിയ രാജശേഖരൻ അദ്ദേഹത്തെ രാജാവായി കിരീടധാരണം ചെയ്യാൻ തീരുമാനിച്ചു. സ്വന്തം മകനെ രാജാവാക്കാൻ ആഗ്രഹിച്ചിരുന്ന ദിവാൻ രാജ്ഞിയെ സ്വാധീനിച്ചു. സ്വന്തം മകൻ ജീവിച്ചിരിക്കുമ്പോൾ മണികണ്ഠൻ സ്ഥാനമേൽക്കുന്നത് അനുചിതമാണെന്ന് അയാൾ രാജ്ഞിയോട് പറഞ്ഞു. ദിവാന്റെ ഉപദേശപ്രകാരം രാജ്ഞി രോഗം നടിച്ചു. കടുവയുടെ പാൽ കുടിച്ചാൽ മാത്രമേ രാജ്ഞിക്ക് സുഖം പ്രാപിക്കാൻ കഴിയൂ എന്ന് ദിവാന്റെ കൂട്ടാളിയായ വൈദ്യൻ പ്രഖ്യാപിച്ചു. കടുവയുടെ പാൽ തേടി മണികണ്ഠൻ കാട്ടിലേക്ക് പോകാൻ നിർബന്ധിതനാകുമെന്നും അവിടെ അവൻ മൃഗങ്ങൾക്ക് ഇരയാകുമെന്നും ദിവാൻ കണക്കുകൂട്ടി. രാജശേഖരൻ പാൽ കൊണ്ടുവരാൻ സൈനികരെ അയച്ചെങ്കിലും അവർ പരാജയപ്പെട്ടു. ഒടുവിൽ മണികണ്ഠൻ സ്വയം ഈ ദൗത്യം ഏറ്റെടുത്തു. രാജാവിന്റെ എതിർപ്പുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ധീരരായ പുരുഷന്മാരുടെ സഹായമില്ലാതെ താൻ ഒറ്റയ്ക്ക് പോകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. മനസ്സില്ലാമനസ്സോടെ രാജശേഖരൻ ഭക്ഷണസാധനങ്ങളും 3 കണ്ണുള്ള തേങ്ങയും നൽകി മകനെ യാത്രയാക്കി. കാട്ടിലേക്ക് പ്രവേശിച്ച മണികണ്ഠൻ ദേവലോകത്ത് ദേവന്മാരെ ഉപദ്രവിക്കുന്ന മഹിഷിയെ കണ്ടു. കോപാകുലനായ അദ്ദേഹം മഹിഷിയെ ഭൂമിയിലേക്ക് എറിഞ്ഞു. അവൾ അഴുത നദിയുടെ തീരത്ത് വീണു. മണികണ്ഠൻ മഹിഷിയുമായി രക്തരൂക്ഷിതമായ യുദ്ധം ആരംഭിച്ചു. ഒടുവിൽ മഹിഷിയുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് അദ്ദേഹം ഒരു അക്രമാസക്തമായ നൃത്തം ആരംഭിച്ചു. തന്റെ മേലുള്ള ദിവ്യത്വം ഹരിഹരപുത്രനാണെന്ന് മനസ്സിലാക്കിയ മഹിഷി ആ ബാലന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു മോക്ഷം നേടി. മഹിഷിയുമായുള്ള ഏറ്റുമുട്ടലിനു ശേഷം മണികണ്ഠൻ കടുവയുടെ പാൽ തേടി കാട്ടിലേക്ക് പോയി. ദിവ്യ പദ്ധതി പൂർത്തിയാക്കിയെങ്കിലും തനിക്ക് ഒരു പ്രധാന ദൗത്യം കൂടി നിർവഹിക്കാനുണ്ടെന്ന് ശിവൻ അറിയിച്ചു. തന്റെ പിതാവിനെയും രോഗിയായ അമ്മയെയും ഓർത്തപ്പോൾ വിലയേറിയ കടുവയുടെ പാൽ ലഭിക്കുന്നതിന് ഇന്ദ്രൻ അദ്ദേഹത്തെ സഹായിച്ചു. കടുവയുടെ വേഷത്തിൽ ദേവേന്ദ്രന്റെ മേൽ മണികണ്ഠൻ രാജകൊട്ടാരത്തിലേക്ക് പോയി.
അവരോടൊപ്പം കടുവകളുടെ വേഷത്തിലുള്ള ദേവന്മാരും ഉണ്ടായിരുന്നു. കടുവകളെയും കുട്ടിയെയും കണ്ട് പന്തളത്തെ ജനങ്ങൾ ഭയന്നു. ഈ സമയം കാട്ടിൽ രാജശേഖരന്റെ മുന്നിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സന്യാസി വീണ്ടും വന്ന് മണികണ്ഠന്റെ യഥാർത്ഥ വ്യക്തിത്വം രാജാവിന് വെളിപ്പെടുത്തിക്കൊടുത്തു. കടുവയുടെ പുറത്തുനിന്ന് ഇറങ്ങിവന്ന മണികണ്ഠൻ കടുവകളിൽ നിന്ന് പാൽ കുടിച്ച് രാജ്ഞിയുടെ രോഗം ഭേദമാക്കാമെന്ന് രാജാവിനോട് അറിയിച്ചു. ഇനി നിയന്ത്രിക്കാൻ കഴിയാതെ രാജശേഖരൻ കുട്ടിയുടെ കാൽക്കൽ വീണു ക്ഷമയാചിച്ചു. മണികണ്ഠൻ കാട്ടിലേക്ക് പോയ നിമിഷം തന്നെ രാജ്ഞിയുടെ രോഗം മാറിയിരുന്നു. കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവസം മണികണ്ഠൻ 12 വയസ്സ് തികഞ്ഞു. ദിവാന് ശിക്ഷ നൽകാൻ രാജാവ് തീരുമാനിച്ചെങ്കിലും എല്ലാം ദൈവഹിതപ്രകാരം സംഭവിച്ചുവെന്ന് പറഞ്ഞ് മണികണ്ഠൻ രാജാവിനെ ശാന്തനാക്കി. താൻ ഭൂമിയിൽ വന്ന ദൗത്യം പൂർത്തിയാക്കിയതിനാൽ ദേവലോകത്തേക്ക് മടങ്ങാനുള്ള സമയം ആയെന്ന് അദ്ദേഹം പിതാവിനെ അറിയിച്ചു. പോകുന്നതിനു മുമ്പ് രാജാവിന്റെ അചഞ്ചലമായ വിശ്വാസത്തിൽ സന്തുഷ്ടനായ മണികണ്ഠൻ രാജശേഖരൻ ആവശ്യപ്പെടുന്ന ഏത് വരവും നൽകാമെന്ന് പറഞ്ഞു. രാജശേഖരൻ തന്റെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. ക്ഷേത്രത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം നിർദ്ദേശിക്കാൻ അദ്ദേഹം മകനോട് അപേക്ഷിച്ചു. മണികണ്ഠൻ ഒരു അമ്പ് എയ്തു. അത് ശബരി എന്ന സ്ഥലത്ത് വീണു. ആ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ രാജാവിനോട് പറഞ്ഞ ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി. പിന്നീട് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശബരിമല ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു. 41 ദിവസത്തെ കഠിനമായ വ്രതം അനുഷ്ഠിച്ച ഭക്തർക്ക് മാത്രമേ താൻ അനുഗ്രഹം നൽകൂ എന്ന് മണികണ്ഠൻ ശക്തമായി പ്രസ്താവിച്ചു. ഇന്ന് എല്ലാ വർഷവും ജാതിമതഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ ഒത്തുകൂടുന്നു. അവർ മാലയിട്ട് ഇരുമുടിക്കെട്ടുകളുമായി പുണ്യനദിയായ പമ്പയിൽ കുളിച്ച് ശരണം മുദ്രാവാക്യങ്ങൾ മുഴക്കി 18 പടികൾ കയറി ശ്രീ ധർമ്മശാസ്താവായ അയ്യപ്പനെ ദർശിക്കുന്നു. ശരണം വിളികൾ കേൾക്കുന്നു. കൂടുതൽ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാവൂ.